ഹലോ, ഇനി നമ്മുടെ അടുത്ത കാറ്റഗറിയാണ് പെർക്യൂസിറ്റിലെ മോട്ടോർ കാറ്. മോട്ടോർ കാറ് എന്നുള്ളത് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് തരികയാണ്. ഓക്കെ, മോട്ടോർ കാറിൻ്റെ യൂസിനെ കുറിച്ചാണ് ഇതിൽ നമുക്ക് നോക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മോട്ടോർ കാറ് ആരാണ് ഓണർ? ഓക്കെ, ആരാണ് ഓണർ? നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്താണ്? ഒന്നില്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്താണ്? അത്രയും മാത്രം ഇപ്പോൾ മനസ്സിലാക്കി വെക്കുക. നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്താണ്? അല്ലെന്നുണ്ടെങ്കിൽ ഇതിന് പർപ്പസ് എന്താണ്? ഓക്കെ, പർപ്പസ് എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതായത് ഫസ്റ്റ് മനസ്സിലാക്കിയിട്ട് ഇതിൽ കാറ്റഗറി ഉണ്ട്, 3 കാറ്റഗറി ആയിട്ട് നമുക്ക് തിരിക്കണം. ആ 3 കാറ്റഗറിയിൽ ഏത് കാറ്റഗറിയിലാണ് നമ്മുടെ ഇത് വരണത് എന്ന് നോക്കിയിട്ട് വേണം, അതിനനുസരിച്ച് വേണം നമ്മളിതിനെ എന്ത് ചെയ്യണം, അതിനെ ക്ലാസിഫൈ ചെയ്യാനായിട്ട്. ഓക്കെ, ഇനി ഇതിൽ നമുക്ക് വണ്ടി മോട്ടോർ കാർ ഏത് റേഞ്ചുള്ളതാണെന്ന് നോക്കണം. അതായത് എങ്ങനെയാണ്, ഹെവിയാണോ നോർമലാണോ എന്നുള്ളത് നോക്കണം, അതൊന്ന് നോക്കണം. അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ അതായത് കാറ്റഗറി മനസ്സിലാക്കണം, ഫസ്റ്റ് അതിൻ്റെ പർപ്പസ് മനസ്സിലാക്കണം. അതാണ് ഇതിൽ മെയിനായിട്ട് വേണ്ടത്. ഓക്കെ, ഇനി ഇതിലെന്താണ് 3ആയിട്ട് തിരിക്കണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന് ഓൺഡ് ബൈ എംപ്ലോയർ. എംപ്ലോയറുടെ വണ്ടി നമുക്ക് എംപ്ലോയർ തന്നെ മെയിൻറ്റെയിൻ ചെയ്യണം. എംപ്ലോയറുടെ വണ്ടി എംപ്ലോയർ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് നമുക്കത് യൂസ് ചെയ്യാനായിട്ട് തരികയാണ്. ഓക്കെ, അതായത് എംപ്ലോയറുടെ പേരിലുള്ള വണ്ടി, അതിന് എന്തെങ്കിലും മെയിൻ്റനൻസ് ചാർജ് കൊടുക്കുന്നത് ആരാണ്? എംപ്ലോയർ തന്നെ. പെട്രോൾ അടിക്കാനോ അതിന് എക്സ്പെൻസോ റിപ്പയർസോ സർവീസോ എന്ത് കൊടുക്കുന്നത് എംപ്ലോയർ തന്നെ, എംപ്ലോയറുടെ പേരിലുള്ള വണ്ടി തന്നെ. പക്ഷെ നമുക്കത് യൂസ് ചെയ്യാം. നമുക്കത് യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ ഒഫീഷ്യലി യൂസ് ചെയ്ത് ഒഫീഷ്യലി യൂസ് ചെയ്ത് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ, അതിന് ടാക്സബിൾ ഒന്നും വരില്ല. പക്ഷേ നമുക്ക് എവിടെയാണ് നമുക്ക് ബെനിഫിറ്റ് എന്ന് പറയാൻ പറ്റുന്നത്? നമുക്ക് ഒഫീഷ്യൽ പർപ്പസിന് വേണ്ടി അത് ഉപയോഗിച്ചാൽ അതിന് ബെനിഫിറ്റ് എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അത് അവരുടെ ആ ഓഫീസ് കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്യാൻ വേണ്ടി തരുന്നതാണ്. അതിന് ബെനിഫിറ്റ് എന്ന് പറയാൻ പറ്റില്ല. നമുക്ക് ബെനിഫിറ്റ് കിട്ടുന്നപ്പോഴാണ്, നമുക്ക് പേഴ്സണലായിട്ട് അത് യൂസ് ചെയ്യാൻ പറ്റുമ്പോഴാണ് നമുക്കവിടെ ബെനിഫിറ്റ് ഉണ്ടെന്ന് പറയണത് അല്ലേ. അങ്ങനെ ഈ ഒരു കാറ്റഗറിയിൽ ഏത് കാറ്റഗറി ആണെങ്കിലും നമുക്ക് ഫുള്ളി ഒഫീഷ്യൽ ആണെന്നുണ്ടെങ്കിൽ, ഫുള്ളി ഒഫീഷ്യൽ പർപ്പസിന് മാത്രമാണ് യൂസ് ചെയ്യാൻ പറ്റുന്നതെന്നുണ്ടെങ്കിൽ അവിടെ ടാക്സ് വരില്ല. നമ്മളത് ഫസ്റ്റ് പെർക്കിൻ്റെ ആദ്യം തന്നെ നമ്മൾ പറഞ്ഞ കാര്യമാണ് അല്ലേ. ഫുള്ളി ഇപ്പോൾ ഒഫീഷ്യലാണെന്നുണ്ടെങ്കിൽ അവിടെ ടാക്സ് വരില്ല. ഇനി അപ്പോൾ ഈ എല്ലാ കേസിനെയും രണ്ടായിട്ട് നമുക്ക് വീണ്ടും തിരിക്കാം. ഈ എല്ലാ കേസിനെയും നമുക്ക് രണ്ടായിട്ട് വീണ്ടും തിരിക്കാം. എന്ത് പറഞ്ഞ് തിരിക്കാം? ഒന്ന് ഫുള്ളി പ്രൈവറ്റ് എന്നുള്ളത്, ഫുള്ളി പ്രൈവറ്റ് എന്നുള്ള കേസ്. ഇനി രണ്ടാമത്തെ കേസ് എന്താണ്? രണ്ടാമത്തെ കേസാണ് പാർട്ട്ലി പ്രൈവറ്റ് ആൻഡ് പാർട്ട്ലി ഒഫീഷ്യൽ. പാർട്ട്ലി പ്രൈവറ്റും ആവും, പാർട്ട്ലി ഒഫീഷ്യലാവാം. ഒന്നാമത്തെ കേസ് എന്താണ്? നമുക്ക് ഫുള്ളായിട്ട് നമുക്ക് തന്നെ തരുവാണ് വണ്ടി, നീ തന്നെ നിൻ്റെ ഇഷ്ടത്തിന് ഉപയോഗിച്ചു എന്ന് പറഞ്ഞ് തരുവാണ്. രണ്ടാമത്തെ കേസ് എന്താണ്? നീ പാതി ഒഫീഷ്യൽ വേലയ്ക്ക് ഉപയോഗിച്ചോ, പാതി നീ എന്ത് ചെയ്യണം, നിൻ്റെ സ്വന്തം ഇഷ്ടത്തിന് ഉപയോഗിച്ചോ എന്ന് പറഞ്ഞ് തരുവാണ്. അങ്ങനെ 2 കാറ്റഗറി ആയിട്ടാണ് എല്ലായിടത്തും നമ്മൾ തിരിക്കുന്നത്. ഈ കാണുന്ന ഈ 3 കേസിനും നമ്മൾ അങ്ങനെയാണ് തിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ നോക്കണം, ഫസ്റ്റ് കേസ് എന്താണ്? എംപ്ലോയറുടെ വണ്ടി എംപ്ലോയർ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് നമുക്ക് തരുവാണ്. ഓക്കെ, അങ്ങനെ തരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്താണെന്ന് നോക്കണം. ഇതിൽ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്താണെന്ന് നോക്കണം. ഇതിൽ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്താണ്? നമുക്ക് നമ്മൾ ഓണറാണോ? അല്ല അല്ലേ, നമ്മൾ ഓണറല്ല. അപ്പോൾ അതിൻ്റെ കോസ്റ്റ് നമുക്ക് കിട്ടുന്നുണ്ട് അല്ലേ, ഓൺ കോസ്റ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ മെയിൻ്റനൻസ് ചെയ്യുന്നുണ്ടോ? ഇല്ല, മെയിൻ്റനൻസ് കോസ്റ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. ആ ഒരു ബെനിഫിറ്റ് നമുക്ക് കിട്ടും. ഇവിടെ 2 ബെനിഫിറ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. ഓൺ കോസ്റ്റിൻ്റെ ബെനിഫിറ്റും കിട്ടുന്നുണ്ട്, പിന്നെ ഇതിൻ്റെ ബെനിഫിറ്റും കിട്ടുന്നുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഓണറല്ല, എന്നിട്ട് നമുക്ക് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഓൺ കോസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 10% പെർ ആനം, അതായത് ആക്ച്വൽ വാല്യൂവിൻ്റെ 10% ആണ് നമുക്ക് കിട്ടുന്നത്. ആക്ച്വൽ വാല്യൂവിൻ്റെ 10% നമുക്ക് ഓണർ എംപ്ലോയർ ആയതുകൊണ്ട് ആ ബെനിഫിറ്റ് കിട്ടണം. നമുക്ക് എങ്ങനെയാണ്? ആക്ച്വൽ വാല്യൂവിൻ്റെ 10% കിട്ടുന്നുണ്ട്. മെയിൻറ്റെയിൻ ചെയ്യണത് എംപ്ലോയറാണ്, അപ്പോൾ ആ ബെനിഫിറ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. എന്താണ്? ആക്ച്വലായിട്ടുള്ള മെയിൻ്റെനൻസ് ചാർജ്. ഓക്കെ, മെയിൻ്റനൻസ് ചാർജ് ആക്ച്വൽ എത്ര ചാർജ് വന്നോ ആ ചാർജ് നമുക്ക് കിട്ടുന്നുണ്ട് അല്ലേ. ഫുള്ളി പ്രൈവറ്റ് ആണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ. ഓക്കെ, ആ 2 ബെനിഫിറ്റുമാണ് ഇവിടെ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ പാർട്ട്ലി പ്രൈവറ്റ് പാർട്ട്ലി ഒഫീഷ്യൽ ആയിട്ടുള്ളതിന് എന്ത് ബെനിഫിറ്റാണ് കിട്ടുന്നത്? അല്ലേ,
ഫുള്ളി ഒഫീഷ്യലാണെങ്കിൽ നമുക്കിവിടെ ടാക്സ് ഒന്നും കൊടുക്കണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഇവിടെ ഫുള്ളിയല്ല, പാർട്ട്ലിയാണ് ഒഫീഷ്യൽ. അപ്പോൾ പാർട്ട്ലി പ്രൈവറ്റ് ആണ്. അവിടെ എന്താ നമ്മൾ നോക്കേണ്ടത്? ഇവിടെ നമ്മൾ നോക്കേണ്ടത് ഇതിൻ്റെ എൻജിൻ കപ്പാസിറ്റിയാണ്. ഇവിടെ നമ്മൾ എന്താ നോക്കേണ്ടത്? എൻജിൻ കപ്പാസിറ്റിയാണ്. അതായത് ഇതിന് നമ്മൾ രണ്ട് തരത്തിൽ തിരിക്കേണ്ടത്. പാർട്ട്ലി പ്രൈവറ്റ് ആയതിനെ നമുക്ക് രണ്ട് തരത്തിൽ തിരിക്കാം. എങ്ങനെയാണ് ഇതിനെ രണ്ട് തരത്തിൽ തിരിക്കാൻ പറ്റുന്നത്? അതിനെ രണ്ട് തരത്തിൽ എങ്ങനെ തിരിക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഓക്കെ, രണ്ട് തരത്തിൽ എങ്ങനെ തിരിക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന് എൻജിൻ കപ്പാസിറ്റി അനുസരിച്ച്, അതായത് അതിൻ്റെ സി സി ലിമിറ്റ് എന്ന് പറയുന്നത് 1600 cc വരെയൊക്കെയാണെന്നുണ്ടെങ്കിൽ, സി സി ലിമിറ്റ് 1600 cc വരെയൊക്കെയാണെന്നുണ്ടെങ്കിൽ, അല്ലാന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ പറയും 1.6 ലിറ്റർ. ഓക്കെ, 1.6 ലിറ്റർ വരേക്കും ആണെന്നുണ്ടെങ്കിൽ, അപ്പോൾ ഇപ്പുറത്തെ കാറ്റഗറി എന്തായിരിക്കുള്ളൂ? മോർ അല്ലേ, എബവ് അല്ലേ, എബവ് സി സി ലിമിറ്റ് ഇത് 1600 cc വരെയൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇതെന്തായിരിക്കുള്ളൂ? അതിൽ മോർ ദാൻ 1600 cc ആയിരിക്കുള്ളൂ. ഓക്കെ, എബവ് 1600 cc, അല്ലാന്നുണ്ടെങ്കിൽ 1.6 ലിറ്റർ cc കൂടുതലാണെന്നുണ്ടെങ്കിൽ. ഓക്കെ, അങ്ങനെ രണ്ട് കാറ്റഗറി ആയിട്ട് നമുക്ക് ഇതിനെ തിരിക്കാം. ഓക്കെ, ഇനി അതിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? 1600 cc ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ്? 1600 cc ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? 1600 cc ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കോസ്റ്റ് 1800 പെർ മന്ത്. ഓക്കെ, 1800 പെർ മന്ത് എന്നുള്ള മാതിരി ഫിക്സ് ചെയ്യും. 1600 cc വരേക്കുള്ള വെഹിക്കിൾ പാർട്ട്ലി പ്രൈവറ്റിനും പാർട്ട്ലി ഒഫീഷ്യലിനും യൂസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കോസ്റ്റ് 1800 പെർ മന്ത് എന്നുള്ള പോലെ ഫിക്സ് ചെയ്യും. 1600 വരെയൊക്കെയുള്ള cc ഉള്ള വണ്ടിക്ക്. ഇനി അതിന് ഡ്രൈവറെ വല്ലതും വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 900 പെർ മന്ത് എന്നുള്ള പോലെ ഫിക്സ് ചെയ്യും. ഓക്കെ, അപ്പോൾ 1600 cc കൂടുതലാണെന്നുണ്ടെങ്കിലോ അത് 2400 പെർ മന്ത് എന്നുള്ള പോലെ ഫിക്സ് ചെയ്യും. ഡ്രൈവറിൻ്റെ സെയിം ആയിട്ട് തന്നെയാണ്. ഡ്രൈവറിന് അവിടെ എന്താണ്? സെയിം ആയിട്ട് തന്നെ 900 പെർ മന്ത് വരും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ നോക്കിയത്? ഫസ്റ്റ് എംപ്ലോയറുടെ വണ്ടി എംപ്ലോയർ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് നമുക്ക് തരുവാണെന്നുണ്ടെങ്കിൽ, ഫുള്ളി പ്രൈവറ്റ് ആണെന്നുണ്ടെങ്കിൽ അതിന് ആക്ച്വൽ 10%, ആക്ച്വൽ കോസ്റ്റിൻ്റെ 10% എടുക്കുക. മെയിൻ്റനൻസ് ചാർജ് എത്ര വരുന്നോ അതെടുക്കുക, ആക്ച്വൽ എടുക്കുക. ഇനി പാർട്ട്ലി പ്രൈവറ്റും പാർട്ട്ലി ഒഫീഷ്യലും ആയിട്ടാണ് തരുന്നതെന്നുണ്ടെങ്കിലോ രണ്ടായിട്ട് തിരിക്കും. 1600 cc വരെയുള്ള വണ്ടിയാണെന്നുണ്ടെങ്കിൽ അതിന് 1800 പെർ മന്ത് കോസ്റ്റ് എടുക്കും. ഡ്രൈവർക്ക് വല്ലതും വെച്ചിട്ടുണ്ടെങ്കിൽ ഡ്രൈവർക്ക് 900 കൊടുക്കും. 1600 cc മേലെയുള്ളതാണെന്നുണ്ടെങ്കിലോ അതിന് 2400 പെർ മന്ത് കൊടുക്കും. ഡ്രൈവറിന് വല്ലതും വെച്ചിട്ടുണ്ടെങ്കിൽ 900 പെർ മന്ത് കൊടുക്കും. ഓക്കെ, ഇനി രണ്ടാമത്തെ കാറ്റഗറി എന്താണ്? രണ്ടാമത്തെ കാറ്റഗറി എന്ന് വെച്ചാൽ എംപ്ലോയറുടെ വണ്ടിയാണ്. ഓക്കെ, എംപ്ലോയറുടെ വണ്ടിയാണ്, പക്ഷേ മെയിൻറ്റെയിൻ ചെയ്യുന്നത് എംപ്ലോയർ അല്ല. ഫസ്റ്റ് കേസിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത് എംപ്ലോയി ആയിരുന്നു. പക്ഷേ ഈ സെക്കൻഡ് കേസിൽ എന്താണ്? മെയിൻറ്റെയിൻ ചെയ്യണത് എംപ്ലോയർ അല്ല. ആരാണ് മെയിൻറ്റെയിൻ ചെയ്യണത്? എംപ്ലോയി ആണ് മെയിൻറ്റെയിൻ ചെയ്യണത്. എംപ്ലോയി ആണ് മെയിൻറ്റെയിൻ ചെയ്യണത്. നമുക്കിതങ്ങനെ തന്നെ അങ്ങോട്ട് കോപ്പി ചെയ്യാം. ഇതിൽ ചേഞ്ചസ് വരുത്താം. ഓക്കെ, അപ്പോൾ സെക്കൻഡ് കേസ് എന്താണ്? സെക്കൻഡ് കേസിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന എംപ്ലോയിയാണ്, പക്ഷേ എംപ്ലോയറുടെ വണ്ടിയാണ്. അതിനെ നമുക്ക് രണ്ടായിട്ട് തിരിക്കുക. എങ്ങനെയാണ്? ഫുള്ളി പ്രൈവറ്റ് എന്നും പിന്നെ രണ്ടാമത്തെ എന്താണ്? പാർട്ട്ലി പ്രൈവറ്റ് പാർട്ട്ലി ഒഫീഷ്യൽ എന്ന് പറഞ്ഞ് രണ്ടായിട്ട് തിരിക്കാം. ഓക്കെ, ഫുള്ളി പ്രൈവറ്റിൽ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്താണ്? എംപ്ലോയറുടെ വണ്ടിയാണ് അല്ലേ, പക്ഷേ മെയിൻറ്റെയിൻ ചെയ്യണത് നമ്മളാണ്. അപ്പോൾ ആ മെയിൻറ്റെയിൻ ചെയ്യണ ബെനിഫിറ്റ് നമുക്ക് കിട്ടുന്നുണ്ടോ? ഇല്ല. കാരണം നമ്മുടെ കയ്യിൽ നിന്ന് തന്നെയാണ് കാശ് പോകുന്നത്. അതിൻ്റെ ബെനിഫിറ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. ഇവിടെ എന്താണ്? എംപ്ലോയറുടെ വണ്ടി എന്നുള്ള ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ എന്താണ്? ആക്ച്വൽ വാല്യൂവിൻ്റെ 10% എടുക്കാം. ഓക്കെ, ഇനി പാർട്ട്ലി പ്രൈവറ്റും പാർട്ട്ലി ഒഫീഷ്യലും ആയിട്ടുള്ള വണ്ടിയാണെന്നുണ്ടെങ്കിലോ അതിനെ രണ്ട് കാറ്റഗറി ആയിട്ട് തിരിക്കേണ്ടത്. ആ യൂസിനുള്ളതിനാണെങ്കിൽ രണ്ട് കാറ്റഗറി ആയിട്ട് തിരിക്കേണ്ടത്. 1600 cc വരേക്കുള്ള വണ്ടിയാണെന്നുണ്ടെങ്കിൽ അതിനെന്താണ്? അതിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് 600 ആണ്. 1800 അല്ല അതിൻ്റെ കോസ്റ്റായിട്ട് വരേണ്ടത്. അത് ഫസ്റ്റ് കാറ്റഗറിയാണ്. ഇതിനെന്താണ്? 600 പെർ മന്ത് ആണ് കൊടുക്കേണ്ടത്. ഡ്രൈവറിനെ വെച്ചിട്ടുണ്ടെങ്കിൽ 900 പെർ മന്ത് വരാം. പിന്നെ ഇവിടുത്തെ സെക്കൻഡ് കാറ്റഗറി 1600 മേലെയുള്ള വണ്ടിയാണെന്നുണ്ടെങ്കിലോ അവിടെ 900 പെർ മന്ത് ആണ് അതിൻ്റെ
എന്തായിട്ട് നോക്കേണ്ടത്, അതിൻ്റെ കോസ്റ്റായിട്ട് നോക്കേണ്ടത്. ഡ്രൈവറിനെ വെച്ചിട്ടുണ്ടെങ്കിൽ 900 കിട്ടും. അപ്പോൾ എന്താണ്, എംപ്ലോയറുടെ വണ്ടി എംപ്ലോയി മെയിൻറ്റെയിൻ ചെയ്യുവാണ്, പാർട്ട്ലി പ്രൈവറ്റും പാർട്ട്ലി ഒഫീഷ്യലും ആണെന്നുണ്ടെങ്കിൽ 1600 cc വരെയൊക്കെയുള്ളത് വണ്ടിയാണെങ്കിൽ കോസ്റ്റ് 600 പെർ മന്തും ഡ്രൈവറിന് 900 പെർ മന്തും. അത് 1600 മേലെയുള്ള വണ്ടിയാണെങ്കിലോ 900 പെർ മന്തും ഡ്രൈവറിന് 900 പെർ മന്ത്. ഓക്കെ. ഇനി മൂന്നാമത്തെ കേസ് നോക്കാം. മൂന്നാമത്തെ കേസ് എന്താണ്, ഓൺ ബൈ എംപ്ലോയർ ആൻഡ് മെയിൻറ്റെയിൻ ബൈ എംപ്ലോയർ. എംപ്ലോയർ തന്നെയാണ് ഓൺ ചെയ്യണത്, എംപ്ലോയർ തന്നെയാണ് എംപ്ലോയിയുടെ വണ്ടി എംപ്ലോയറാണ് മെയിൻറ്റെയിൻ ചെയ്യണം. മെയിൻറ്റെയിൻ ചെയ്യണം മാത്രമാണ് എംപ്ലോയി. വണ്ടി ആരുടെയാണ്, മെയിൻറ്റെയിൻ ചെയ്യണം മാത്രമാണ് എംപ്ലോയർ. എംപ്ലോയിയുടെ ആരുടെ വണ്ടിയാണ്, എംപ്ലോയിയുടെ വണ്ടി. എംപ്ലോയിയുടെ വണ്ടി എംപ്ലോയർ മെയിൻറ്റെയിൻ ചെയ്ത് തരുവാണ്. അതിനെയും നമുക്ക് എന്താക്കാം, ഇതേപോലെ 2 കാറ്റഗറി ആക്കാം. എന്താക്കാം, ഫുള്ളി പ്രൈവറ്റ്. ഫുള്ളി പ്രൈവറ്റ് എന്ന് പറയാം. ഫുള്ളി പ്രൈവറ്റ് ആണെന്നുണ്ടെങ്കിൽ എന്താണ്, എംപ്ലോയിയുടെ വണ്ടിയാണ് അല്ലേ, എംപ്ലോയിയുടെ വണ്ടിയാണ്. എംപ്ലോയിയുടെ വണ്ടിയാകുമ്പോൾ അവിടെ ആക്ച്വൽ കോസ്റ്റിൻ്റെ 10% എടുക്കേണ്ട കാര്യമുണ്ടോ, ഇല്ല. അത് ബെനിഫിറ്റ് ആണോ, അല്ല, എംപ്ലോയിയുടെ വണ്ടിയാണ്, അതുകൊണ്ട് വേണ്ട. മെയിൻറ്റെയിൻ ചെയ്യണ എംപ്ലോയറാണ്. അപ്പോൾ മെയിൻറ്റെയിൻ ചെയ്യണ എംപ്ലോയർ ആകുമ്പോൾ എന്താണ്, ആക്ച്വൽ മെയിൻ്റനൻസ് ചാർജ്. ആക്ച്വൽ മെയിൻ്റനൻസ് ചാർജ്. ഓക്കെ. ഇനി പാർട്ട്ലി പ്രൈവറ്റും പാർട്ട്ലി ഒഫീഷ്യലും ആയിട്ടുള്ള കാറ്റഗറി ആണെന്നുണ്ടെങ്കിൽ, പാർട്ട്ലി പ്രൈവറ്റും പാർട്ട്ലി ഒഫീഷ്യലും ആയിട്ടുള്ള കാറ്റഗറി ആണെന്നുണ്ടെങ്കിൽ അവിടെ എന്താണ് പറയണത്, അവിടെ എന്താ പറയണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എംപ്ലോയിയുടെ വണ്ടിയാണ് അല്ലേ. അവിടെ അപ്പോൾ എംപ്ലോയർ എത്രയാണോ കോസ്റ്റ് ഇൻകർ ചെയ്തത്, എംപ്ലോയർക്ക് എത്രയാണോ കോസ്റ്റ് ഉണ്ടായതെന്ന് നോക്കാം. എംപ്ലോയർക്ക് ഇവിടെ എത്രയാണോ കോസ്റ്റ് ഇൻകർ ചെയ്തതെന്ന് നോക്കാം. അതിൽ നിന്ന് നമ്മുടെ സ്റ്റാൻഡേർഡ് അനുസരിച്ചുള്ളത്, ഏത് സ്റ്റാൻഡേർഡ് അനുസരിച്ചുള്ളതാണ് നമ്മളിവിടെ നോക്കേണ്ടത്. അതായത് ആ 1800 അല്ലെങ്കിൽ 2400 എന്നുള്ള ഒരു സ്റ്റാൻഡേർഡ് നമ്മൾ പഠിച്ചില്ലേ, സെക്കൻഡ് കാറ്റഗറി. ആ സ്റ്റാൻഡേർഡ് അനുസരിച്ച് ഉള്ളത് കുറക്കുക. അതായത് 1600 വരെയൊക്കെയുള്ള CC ഉള്ള വണ്ടിക്കാണെങ്കിൽ 1800ഉം 1600 മേലെ CC ഉള്ള വണ്ടിയാണെന്നുണ്ടെങ്കിൽ 2400 നമുക്ക് കുറയ്ക്കാം. ഓക്കെ. അതല്ലാന്നുണ്ടെങ്കിൽ ഇവർ എന്തെങ്കിലും എംപ്ലോയിയുടെ എക്സ്പെൻസ് എന്തെങ്കിലും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, ഇത് ഈ വണ്ടി ഇത്ര സമയം ഞാൻ ഇതിനാണ് എടുത്തത്, ഇത്ര കിലോമീറ്റർ ഞാൻ ഓടിയത് ഈ പേഴ്സണൽ പർപ്പസിനാണ്, അങ്ങനെ എന്തെങ്കിലും ബുക്ക് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, ഓക്കെ, അങ്ങനെ ബുക്ക് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ എമൗണ്ട് എടുക്കാം. ഓക്കെ. ബുക്ക് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ എമൗണ്ട് നമുക്ക് എടുക്കാം. ബുക്ക് മെയിൻറ്റെയിൻ ചെയ്താൽ നമുക്ക് ആ എമൗണ്ട് എടുക്കാം. ബുക്ക് മെയിൻറ്റെയിൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അത് എടുക്കാനായിട്ട് പറ്റില്ല. ഓക്കെ. അപ്പോൾ എങ്ങനെ നോക്കേണ്ടത്, തേർഡ് കാറ്റഗറി എങ്ങനെ നോക്കേണ്ടത്, അതിൽ എത്രയാണ് എംപ്ലോയർക്ക് കോസ്റ്റ് ആയത് അതിൽ നിന്ന് നമ്മുടെ ലിമിറ്റ് 1800 2400 അത് ആ CC ലിമിറ്റ് അനുസരിച്ച് നമ്മൾ കുറയ്ക്കുക. അതിൽ നിന്ന് ബുക്ക് എന്തെങ്കിലും മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ എന്താണ്, ഇതിലേതാണ് ഹയർ എന്നാണ് നോക്കണത്, രണ്ടും അല്ല നോക്കണം, ഇതിലേതാണ് ഹയർ എന്നാണ് നോക്കണത്. ഓക്കെ. ഹയർ ആണ് നോക്കേണ്ടത്, രണ്ടും എന്നുള്ളതല്ല, ഹയർ ആണ് നോക്കേണ്ടത്. ഓക്കെ. ഹയർ ആണ് നോക്കേണ്ടത്. ഏതാണ് 1800 2400 എന്നുള്ള ലിമിറ്റ് എടുക്കുന്നതാണോ, അല്ല ബുക്ക് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ബുക്ക് മെയിൻറ്റെയിൻ വരുമ്പോൾ കിട്ടുന്ന എക്സ്പെൻസ് ആണ്, ഏതാണ് ഹയർ എന്നുള്ളത് അത് നമുക്ക് മൈനസ് ചെയ്യാം. ഇനി 1800 2400 എന്നുള്ള ആ ലിമിറ്റാണ് നമ്മൾ, ആ ഒരു ലിമിറ്റിലാണ് നമ്മൾ പോണെന്നുണ്ടെങ്കിൽ, ഓക്കെ, ആ ഒരു ലിമിറ്റിലാണ് നമ്മൾ പോണെന്നുണ്ടെങ്കിൽ നമുക്ക് എംപ്ലോയിയുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും റിക്കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മൈനസ് ചെയ്യാൻ പറ്റില്ല. നമ്മളിപ്പോൾ ഫസ്റ്റേ പഠിച്ചു, പെർക്യൂസിറ്റ് ചെയ്യാൻ നേരത്തെ ഒഫീഷ്യൽ പർപ്പസിന് ഉപയോഗിച്ചാൽ അത് മൈനസ് ചെയ്യണം, എംപ്ലോയിയുടെ കാര്യത്തിന് ഉപയോഗിച്ചാൽ അത് മൈനസ് ചെയ്യണമെന്ന്. അപ്പോൾ ഈ 1800 2400 നമ്മൾ എടുക്കണമെന്നുണ്ടെങ്കിൽ എംപ്ലോയിയുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും റിക്കവർ എമൗണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മൈനസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ. ബുക്ക് മെയിൻറ്റെയിൻ ചെയ്തിട്ട് അതിൽ നിന്ന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് എംപ്ലോയിയുടെ കയ്യിൽ നിന്നുള്ളത് നമുക്ക് മൈനസ് ചെയ്യാൻ പറ്റും. ഓക്കെ. ഇനി വേറെ എന്താണ്, പിന്നെ ഇതിൽ പറയേണ്ട എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നമുക്ക് എംപ്ലോയർ ഒന്നിൽ കൂടുതൽ വെഹിക്കിൾ എന്തെങ്കിലും മോട്ടോർ കാറ് നമുക്ക് എംപ്ലോയിക്ക് കൊടുക്കുകയാണ്, ഭയങ്കര ഇഷ്ടം കൊണ്ട് ഒന്നിൽ കൂടുതൽ വണ്ടികൾ കൊടുക്കുകയാണെന്ന് വിചാരിച്ചോ. പക്ഷേ ഇൻകം ടാക്സിനനുസരിച്ച് ഒരേ ഒരു വണ്ടി മാത്രമേ പ്രൈവറ്റും ഒഫീഷ്യൽ പർപ്പസ് എന്നുള്ള മാതിരി എടുക്കാൻ പറ്റുള്ളൂ. ഇനി എത്ര വണ്ടിയുണ്ടോ അതെല്ലാം നമ്മൾ ഫുൾ പ്രൈവറ്റ് യൂസിനാണ് യൂസ് ചെയ്തത് എന്ന് പറഞ്ഞ് അതനുസരിച്ച് വേണം ടാക്സ് ചെയ്യാനായിട്ട്. ഓക്കെ. എത്ര വണ്ടി വേണമെങ്കിലും എംപ്ലോയിക്ക് കൊടുക്കാം. പക്ഷേ ഒരേ ഒരു വണ്ടിയെ മാത്രമേ നമ്മൾ ഇൻകം ടാക്സ് പർപ്പസ് അനുസരിച്ച് പാർട്ട്ലി പ്രൈവറ്റ് പാർട്ട്ലി ഒഫീഷ്യൽ എന്നുള്ള ഇതിൽ കണക്കാക്കാൻ പറ്റുള്ളൂ. ബാക്കി എല്ലാ വണ്ടികളെയും നമ്മൾ എന്താണ്, ഫുള്ളി പ്രൈവറ്റ് ആയിട്ടാണ് കാണുള്ളൂ. ഓക്കെ.
അത് ഇവിടെ ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ട പോയിൻ്റ് എന്താണ്? അത്രയേ ഉള്ളൂ. ഓക്കെ, അത്രയും പോയിൻ്റാണ് നമുക്കിവിടെ ശ്രദ്ധിക്കേണ്ടത്. ഇനി നമുക്ക് അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമുക്ക് ഇതിൻ്റെ പ്രോബ്ലം എന്തെങ്കിലും ഉണ്ടെന്ന് നോക്കാം. ഇനി നമുക്കൊരു പ്രോബ്ലം നോക്കാം. ഓക്കെ, ഇല്ലുസ്ട്രേഷൻ 21. എസ് ഹാസ് ബീൻ പ്രൊവൈഡ് എ കാർ 1.7 ലിറ്റർ അല്ലേ? നമുക്ക് എത്ര പറഞ്ഞാൽ 1600 cc അല്ലെങ്കിൽ 1.6 ലിറ്ററാണ്. അപ്പോൾ അതിൽ കൂടുതലല്ലേ, ഹെവിയാണ്, ഹെവി വെഹിക്കിളാണ്. അവരാണ് എംപ്ലോയർ തന്നെയാണ് തന്നത്. അതിൻ്റെ കാറിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് 3,50,000 ആണ്. മെയിൻറ്റെയിൻ ചെയ്യണതും ആരാണ്? എംപ്ലോയർ തന്നെയാണ്. 30,000 പെർ മന്ത് പെർ ആനോ ആണ് 30,000. പിന്നെ എന്താണ്, ഡ്രൈവറിന് കൊടുക്കുന്ന സാലറി എത്രയാണ്? 3,000 പെർ മന്താണ്. ഓക്കെ, ഇനി നമുക്ക് ആ 3 പർപ്പസിനുമുള്ള അതിൻ്റെ ടാക്സബിൾ ആണോ എന്നുള്ളത് നോക്കാം. ഒഫീഷ്യൽ പർപ്പസ് ആണെങ്കിൽ ഈ വണ്ടി എന്ത് ചെയ്യും? അപ്പോൾ ഇത് ഏത് കാറ്റഗറിയിൽ വരുന്ന വണ്ടിയാണ് അത് ഫസ്റ്റ് നോക്കാം. എംപ്ലോയറുടെ വണ്ടി എംപ്ലോയർ തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്യണം അല്ലേ? അപ്പോൾ നമ്മൾ ഫസ്റ്റ് പഠിച്ച കാറ്റഗറിയിൽ വരുന്ന വണ്ടിയാണ്. ഓക്കെ, അത് മനസ്സിലായി. അതിന് നമ്മൾ എന്ത് ചെയ്യും? രണ്ടായിട്ട് തിരിക്കാറുണ്ട്. പ്രൈവറ്റ് എന്നും എന്താണ്, പാർട്ട്ലി പ്രൈവറ്റ് പാർട്ട്ലി ഒഫീഷ്യൽ എന്നും. ഇതിൽ നമുക്ക് എന്താണ്, ഒഫീഷ്യൽ പർപ്പസ് ആണെങ്കിൽ നമുക്കറിയാം അവിടെ നില്ലാണ്, ടാക്സബിൾ വാല്യൂ ഒന്നും വരില്ല. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്? പേഴ്സണൽ പർപ്പസ് ആണ്. പേഴ്സണൽ പർപ്പസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എംപ്ലോയറുടെ വണ്ടിയാണ് അല്ലേ? അപ്പോൾ അതിൻ്റെ കോസ്റ്റ് എടുക്കണം. അതിൻ്റെ കോസ്റ്റ് എത്രയാണ്? 3,50,000 ആണ് ആ വണ്ടിയുടെ കോസ്റ്റ്. അപ്പോൾ 3,50,000ൻ്റെ 10% എടുക്കണം, ടാക്സ് ചെയ്യണം. മെയിൻറ്റെയിൻ ചെയ്യണ എംപ്ലോയറാണ്. മെയിൻറ്റെയിൻ ചാർജ് എത്ര വേണം? 30,000 വേണ്ട. ആക്ച്വൽ തന്നെ എടുക്കുക. ഓക്കെ, അത്രയും നമുക്ക് ടാക്സബിൾ ആവും. പിന്നെ ഇവിടെ എന്താണ്, ഡ്രൈവറിന് സാലറി കൊടുക്കുന്നുണ്ട് അല്ലേ? ഡ്രൈവറിന് സാലറി എത്രയാണ് കൊടുക്കുന്നത്? 3,000 പെർ മന്ത്. ഓക്കെ, അപ്പോൾ 36,000. ഓക്കെ, 36,000 കൊടുക്കുന്നുണ്ട്. ഇനി എന്താ ചെയ്യണത്? ഇനി എംപ്ലോയിയുടെ കയ്യിൽ നിന്ന് എത്രയാണ്? 50,000 വാങ്ങിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. പെർ ആനോ ആണ്. അപ്പോൾ 15,000 മൈനസ് ചെയ്യുക. അപ്പോൾ എത്രയായി? 86,000 ടോട്ടൽ ടാക്സബിളായി. മൂന്നാമത്തെ കേസ് എന്താണ്? ബോത്ത് പർപ്പസ്, പാർട്ട്ലി പ്രൈവറ്റ് പാർട്ട്ലി ഒഫീഷ്യൽ. അങ്ങനെയുള്ള കേസാണെങ്കിലോ 1.6 ലിറ്റർ കൂടുതലാണോ CC? യെസ്, കൂടുതലാണ്. അപ്പോൾ എത്ര വരും? 2,400 പെർ മന്ത് വരും. 2,400 പെർ മന്ത് പ്ലസ് ഡ്രൈവറിനുള്ള എത്ര കിട്ടുള്ളൂ? 900 കിട്ടുള്ളൂ. നിങ്ങൾ 3,000 കൊടുക്കുക, എത്ര കൊടുക്കുകയാണെങ്കിൽ ചെയ്തു. പക്ഷേ ഇവിടെ എത്ര കിട്ടുള്ളൂ? 900 പെർ മന്ത് കിട്ടുള്ളൂ. അപ്പോൾ 2,400 പ്ലസ് 900 ഇൻറ്റു 12 ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ആ തേർഡ് കേസിൻ്റെ. ഓക്കെ, അപ്പോൾ ഓക്കെ, ഇനി ഇല്ലുസ്ട്രേഷൻ 22. മിസ്റ്റർ പി ഹാസ് ബീൻ പ്രൊവൈഡ് എ കാർ 1.5 ലിറ്റർ ഓൺ 15/7/2023 പ്രൊവൈഡ് ചെയ്തത്. ഓക്കെ, അപ്പോൾ 15/7 എന്ന് പറയാൻ നേരത്ത് ഞാനത് പറയാൻ വിട്ടുപോയെന്നറിയില്ല. എന്താണ്, നമുക്കങ്ങനെ പാർട്ട് മന്തൊക്കെ തരികയാണെങ്കിൽ അത് എടുക്കണ്ട, ഫുൾ മന്ത് മാത്രമേ ഇതിൽ എടുക്കുകയുള്ളൂ. ഓക്കെ, പാർട്ട് മന്ത് ഒന്നും നമ്മളിതിൽ കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല, ഫുൾ മന്ത് മാത്രം കൺസിഡർ ചെയ്താൽ മതി. ഓക്കെ, ഇനി അത് കോസ്റ്റ് ഓഫ് കാർ ടു ദ എംപ്ലോയറിന് 6 lakh ആണ്. മെയിൻറ്റെയിൻ കോസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എംപ്ലോയറിന് 20,000 പെർ ആനമാണ്. ഡ്രൈവറിൻ്റെ സാലറി പെയ്ഡ് ബൈ എംപ്ലോയർ ആണ് 4,000 പെർ മന്ത്. ദ കാർ 40% യൂസ്ഡ് ഫോർ ഓഫീസ് ആൻഡ് 60% പേഴ്സണൽ പർപ്പസിനാണ്. ഓക്കെ, അപ്പോൾ എംപ്ലോയറുടെ വണ്ടി എംപ്ലോയർ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നു, പാർട്ട്ലി പ്രൈവറ്റും പാർട്ട്ലി ഒഫീഷ്യലുമാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ്, ആ 2,400 1,800 എന്നുള്ള ലിമിറ്റാണ് നോക്കേണ്ടത്. അതിന് 1.6 ലിറ്ററിൽ കുറവാണ്. സോ 1,800 എടുക്കുക. 1,800 ഇൻറ്റു 12 ആണോ? അല്ല. എന്തുകൊണ്ടല്ല? ജൂലൈയിലാണ് യൂസ് ചെയ്യാൻ കൊടുത്തത്. അപ്പോൾ ജൂലൈ പാതിയേ ഉള്ളൂ, ജൂലൈ വിട്ട് കളയുക. ഓഗസ്റ്റിലിരുന്ന് മാർച്ച് വരേക്കും എത്ര മാസം ഉണ്ട്? 8 മാസം. 8 മാസം. അപ്പോൾ എത്രയാണ്? 1,800 ഇൻറ്റു 8 എത്രയും 14,400. ഡ്രൈവറിൻ്റെ സാലറി അതേപോലെ തന്നെ, ഡ്രൈവറിൻ്റെ സാലറി എത്ര കിട്ടുള്ളൂ? നമുക്ക് ആക്ച്വലി കിട്ടുമോ? ഇല്ല. എത്ര കിട്ടുള്ളൂ? 900 പെർ മന്ത്. 900 ഇൻറ്റു 8 7,200. ഓക്കെ, പാർട്ട് മന്ത് ഒരിക്കലും കൺസിഡർ ചെയ്യേണ്ട ഇതിന്. ഓക്കെ, അടുത്തത് ഇത് തന്നെയല്ലേ? ഓക്കെ, ഇനി എന്താണ്? മിസ്റ്റർ വി ബീങ് ഗവൺമെൻറ് എംപ്ലോയി ഹാസ് എ കാർ 1.7 ലിറ്റർ 1.6 കൂടുതലാണ്. യൂസ്ഡ് ഓഫീസ് ആസ് വെൽ ആസ് പേഴ്സണൽ പർപ്പസ്, രണ്ട് പർപ്പസിനും ഉണ്ട്. He earned 40,000 on maintenance and 20,000 on driver salary. The entire cost is reimbursed by employer. Entire cost തന്നെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഫൈൻഡ് ടാക്സബിൾ പെർക്യൂസിറ്റ്. ഓക്കെ, ടാക്സബിൾ പെർക്യൂസിറ്റ് എങ്ങനെയാണ് കാണേണ്ടതെന്നുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് 40 + 20 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 60,000. ഓക്കെ, അതിൽ നമുക്ക് എന്ത് ചെയ്യാനുണ്ട്? അതിൽ നമുക്ക് എങ്ങനെ കിട്ടുള്ളൂ? ഇതിൽ 1.6 കൂടുതലാണ് CC അല്ലേ? 1.6 ലിറ്റർ കൂടുതലാണ്. അപ്പോൾ എത്ര കിട്ടും? 2,400 ഇൻ പ്ലസ് 900 എന്താണ്? ഡ്രൈവറിനും കിട്ടും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ
ഇൻറ്റു 12 39,600. അപ്പോൾ ബാലൻസ് ഉള്ളതാണ് ടാക്സബിൾ ആയിട്ട് വരുന്നത്. ഓക്കെ, അടുത്തത് വസീം ഹാസ് എ കാർ 1.5 liter used for office as well as personal purpose. During the year, car is used 80% for being purpose business purpose, being certified by the employer. During the year, he incurred 50,000 on maintenance and running of such car. The entire cost is reimbursed by employer. Okay, entire cost എന്ത് ചെയ്തു, reimburse ചെയ്തു തന്നു. Find taxable perquisite you assessee wish to claim higher deduction when a proper logbook is maintained. A proper logbook is not maintained. Okay, അതിൽ സർട്ടിഫൈ ചെയ്തു എന്ന് പറയണം. വെൻ ലോഗ് ബുക്ക് ഈസ് മെയിൻറ്റെയിൻ ചെയ്തു എന്നാണ് പറയണത്. ഓക്കെ, മെയിൻറ്റെയിൻ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ആ എത്രയാണോ എക്സ്പെൻസ് വന്നത് അതെടുക്കും അല്ലേ, എക്സ്പെൻസ് എത്ര വന്നു അതെടുക്കും. അപ്പോൾ നമുക്ക് എംപ്ലോയർ റീഇംബേഴ്സ് ചെയ്ത് എന്താണ്, ഫുൾ എമൗണ്ട് റീഇംബേഴ്സ് ചെയ്തു എന്ന് പറയേണ്ടത്. അതായത് എത്ര വന്നു, 50,000 അവർക്ക് റീഇംബേഴ്സ് ചെയ്തു തന്നു. ഓക്കെ, അതിൽ ഡിഡക്ഷൻ എത്രയാണ് നമുക്ക് കിട്ടുന്നത്, എത്രയാണ് 80% ഫോർ ബിസിനസ് പർപ്പസിനാണ്. ആ 80% ആണ് നമുക്ക് ബിസിനസ് പർപ്പസിനായിട്ട് എടുക്കേണ്ടത്. അപ്പോൾ അത് നമുക്ക് മൈനസ് ചെയ്യാം. ബാലൻസ് ഉള്ള 10,000 മാത്രം നമുക്ക് എന്ത് ചെയ്താൽ മതി, ടാക്സബിൾ ആയിട്ട് ചെയ്താൽ മതി. ഇനി ബുക്കൊന്നും മെയിൻറ്റെയിൻ ചെയ്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റീഇംബേഴ്സ് ചെയ്ത് എത്രയാണ് എംപ്ലോയർ 50,000 ആണ്. പക്ഷേ അത് ഡിഡക്ഷൻ എത്രയും, ബുക്ക് മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ നമ്മൾ ആ 2,400 1,800 എന്നുള്ള ഇതനുസരിച്ചേ വരുള്ളൂ. ഇവിടെ 1,800 ഇൻറ്റു 12 ഇപ്പോൾ എത്ര വന്നു, 21,600. അങ്ങനെ ടാക്സബിൾ എമൗണ്ട് 28,400 ആയിട്ട് മാറി. ഓക്കെ, ഇനി അടുത്ത കേസ് എന്താണ്, എ ഈസ് പ്രൊവൈഡഡ് വിത്ത് 2 cars ടു ബി യൂസ് ടു ഒഫീഷ്യൽ ആൻഡ് പേഴ്സണൽ വർക്ക്. പക്ഷേ ഒരു കാറ് മാത്രമേ നമുക്ക് ഇവിടെ എടുക്കുകയുള്ളൂ, ബാക്കി എല്ലാം എന്തായിട്ട് എടുക്കുകയുള്ളൂ, പ്രൈവറ്റ് ആയിട്ട് എടുക്കുകയുള്ളൂ. ബൈ എംപ്ലോയർ രാജ. ദ ഫോളോയിങ് ഇൻഫോർമേഷൻ ഈസ് അവൈലബിൾ ഫ്രം ദ എംപ്ലോയർ റെക്കോർഡഡ് ഫോർ കമ്പ്യൂട്ടിംഗ് ടാക്സബിൾ വാല്യൂ ഓഫ് പെർക്ക് അസ്യൂമിംഗ് കാർ 1 ഈസ് എക്സ്ക്ലൂസീവ്ലി യൂസ്ഡ് ബൈ അമിത്. ഓക്കെ, അതിനെന്താണ്, കാർ 1ഉം കാർ 2ൻ്റെയും ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് എന്താണ് നമുക്ക് അറിയാം അല്ലേ, ഒരു കാർ മാത്രമേ അതിന് ഉപയോഗിക്കുകയുള്ളൂ എന്ന് അറിയാം. ഇപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇതിൽ കണ്ടിരിക്കണേന്ന് നോക്കാം. എന്താണ് വാല്യൂ ഓഫ് പെർക്വിസിറ്റ്സ് ഇൻ റെസ്പെക്ട് കാർ 1 ആണെങ്കിൽ ഡിപ്രീസിയേഷൻ. ഓക്കെ, ഡിപ്രീസിയേഷൻ ഓഫ് കാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് ഇത് 10% കോസ്റ്റ് വരും എന്നുള്ളതിൽ 6 lakh ആണ് അതിൻ്റെ കാറിൻ്റെ കോസ്റ്റ്. 6 lakhൻ്റെ 10% എടുക്കുക. ഓക്കെ, 60,000. പിന്നെ എന്താണ് മെയിൻ്റനൻസ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ 40,800 എടുക്കുക. ഡ്രൈവറിൻ്റെ സാലറി എന്ന് പറഞ്ഞാൽ 24,000 എടുക്കുക. അപ്പോൾ ടോട്ടൽ ഇത്ര വരും. പക്ഷേ ആക്ച്വലായിട്ട് എത്ര കിട്ടുള്ളൂ, 1.6 liter കൂടുതലുള്ള വണ്ടിയാണെന്നുണ്ടെങ്കിൽ അസ്യൂം ചെയ്തു നമ്മൾ അങ്ങനെ അസ്യൂം ചെയ്തിട്ട്, ഇതിൽ അസ്യൂം നേരെ തിരിച്ച് ചെയ്തു, 1.6 liter കുറവാണെന്നുള്ള മന്ത്രി. അങ്ങനെ അസ്യൂം ചെയ്തപ്പോൾ 1,800 + 900 12 32,400 കിട്ടുള്ളൂ. 1,57,200 ടാക്സബിൾ ആവുമെന്ന് പറഞ്ഞ് ഫസ്റ്റ് കേസിൽ നമ്മൾ അസ്യൂം ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ് സെക്കൻഡ് കേസ് ഇവിടെ ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ എന്തുകൊണ്ടാണത്, നമുക്ക് ഒരു കാറ് മാത്രമേ നമുക്ക് എന്തായിട്ട് വരുള്ളൂ, ടാക്സബിൾ ആയിട്ട് അല്ല, ഫുള്ളി ഓഫീസ് ആൻഡ് പ്രൈവറ്റ് എന്നുള്ളതിൽ വരുള്ളൂ. ബാക്കിയെല്ലാം എന്താണ് പ്രൈവറ്റ് ആയിട്ട് എടുക്കണം. ഇനി അടുത്ത കണക്ക് നോക്കാം. നമുക്ക് 26